നിങ്ങൾ പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു 2 ദിവസത്തിന് മുന്നേ. അത് നിങ്ങൾ പറഞ്ഞിട്ടാണ്, നിങ്ങൾ ഓരോരുത്തരും പറഞ്ഞിട്ടാണ് ചെയ്തത്. അത് ഇതാ ഈ വിഷയമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കേസ് ഏതാണെന്ന് മനസ്സിലായി കാണും. ഈ കേസിൽ ഓൾ കേരള മെൻസ് അസോസിയേഷൻ ഇടപെടുന്നത് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ കേസിൽ ഇടപെടാം എന്ന് വിചാരിച്ചൊരു വീഡിയോ ചെയ്തത്. അപ്പോൾ കാര്യം ഇതിൻ്റെ അഡ്രസ്സ് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഇപ്പോൾ നമുക്ക് ആളെ കിട്ടി. നമുക്ക് തൊടുപുഴ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രാജു എന്ന് പറയുന്ന ഒരു ചേട്ടനാണ്, അദ്ദേഹമാണ് ഓട്ടോ ഡ്രൈവർ. അദ്ദേഹത്തിൻ്റെ മകൾ എന്നെ വിളിച്ചു, ഒരു മണിക്കൂറിന് മുൻപേ എന്നെ വിളിച്ചു. സ്ഥലവും മറ്റു ഡീറ്റെയിൽസും എല്ലാം പറഞ്ഞു തന്നു. ആ ചേട്ടൻ്റെ നമ്പർ തന്നു. അങ്ങനെ ഞാൻ നിലവിൽ അവർ പരാതി കൊടുത്തിട്ടുണ്ട് തൊടുപുഴ പോലീസ് സ്റ്റേഷനിലും പൈനാവ് എന്ന് പറയുന്ന സ്ഥലത്തെ അവിടെ തന്നെ ആ പരിധിയിലുള്ള സൈബർ സെല്ലും. അപ്പോൾ ഞാൻ ഈ സൈബർ സെല്ലിലും വിളിച്ചു, ഈ പോലീസ് സ്റ്റേഷനിലും വിളിച്ചു. അപ്പോൾ സർക്കിളിനോട് ഞാൻ സംസാരിച്ചതിൻ്റെ വോയിസ് നിങ്ങൾക്ക് തരാം, കേൾപ്പിക്കാം. അപ്പോൾ എന്നിട്ട് ആ ചേട്ടൻ്റെ മകളോടും ഞാൻ അതിനുശേഷം സംസാരിച്ചു. ഇതിപ്പോൾ നിലവിൽ ഈ കേസ് ഒത്തുതീർപ്പാക്കി എന്നുള്ള രീതിയിലാണ് സർക്കിള് സംസാരിച്ചത്. എന്തായാലും നമുക്ക് ആ വോയിസ് കേൾക്കാം. ഹലോ, തൊടുപുഴ സീസർ അല്ലേ? അതെ. ഞാൻ വട്ടിയൂർക്കാവ് രാജ്കുമാറാ, ഓൾ കേരള മെൻസ് അസോസിയേഷന്റെ സ്റ്റേറ്റ് പ്രസിഡന്റാ. ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുക. ഞാൻ വിളിച്ചത് സാറേ, ഒരു രാജു എന്ന് പറയുന്ന ഓട്ടോ ഡ്രൈവർ ഉണ്ടല്ലോ, ഒരു പരാതി ഇപ്പൊ തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 12-ാം തീയതി. ഒരു പെൺകുട്ടി മദ്യപിച്ചു എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു കേസ്. അപ്പൊ 12-ാം തീയതി പരാതി തന്നിട്ട് ഇത്രയും നാളൊന്നും ആയില്ല എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരിയുടെ മോൾ എന്നെ ഇന്ന് വിളിച്ചിരുന്നു, പുള്ളിക്കാരന്റെ. അപ്പോ അത് എന്തായി സാർ, എന്തെങ്കിലും നടപടി ചെയ്യുന്നുണ്ടോ? അല്ല, അവര് രണ്ടുപേരും ഇവിടെ വിളിച്ച് സംസാരിച്ചിരുന്നു. അപ്പൊ അവര് പറഞ്ഞത് ഡിഫേമേഷൻ കേസ് കൊടുക്കാന്നും പറഞ്ഞിട്ടുള്ള പോയത്. പെൺകുട്ടിയെ വിളിപ്പിച്ചിരുന്നോ? ഇവര് രണ്ടുപേരോട് സംസാരിച്ചോ? എന്നോട് സംസാരിച്ചില്ല എന്ന് പറയുന്നത്. ആരാ പറഞ്ഞത്? ഈ രണ്ടുപേരും പറഞ്ഞു സംസാരിച്ചു നോക്കും. ആരെ? ഈ തന്നെ രാജുവിനോടും സംസാരിച്ചു നോക്കും. ഞാൻ തന്നെ നേരിട്ട് സംസാരിച്ചുള്ളൂ. രണ്ട് കൂട്ടരെയും ഇവിടെ വിളിച്ചിട്ട് സംസാരിച്ചതാണ്. ശരി. അപ്പൊ ഞാൻ വിളിച്ചു. ഇത് സർക്കിൾ പറയുന്നതാണ്. ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ്. വിളിച്ചു, രണ്ടുപേരെയും വിളിപ്പിച്ചു, ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ് പറയുന്നത്. ഇനി നമ്മുടെ രാജുവേട്ടൻ്റെ മകള് ഇപ്പം സംസാരിച്ചത് ഞാൻ കേൾപ്പിക്കാം. അവര് പെൺകുട്ടീനെ വിളിച്ചു വരുത്തിയത് 16-ാം തീയതി 10 മണിക്ക് ഞങ്ങളെ വിളിച്ചത്. പെൺകുട്ടിയോട് വരാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അവിടെ വെച്ച് സംസാരിച്ചു. അപ്പോൾ അതിന് ബില്ലിംഗ് അല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞങ്ങൾ എന്നാ കേസുമായിട്ട് മുന്നോട്ട് പോകുമോ സാറേ എന്ന് പറഞ്ഞു. എന്നാ അങ്ങനെ തന്നെയെന്നും പറഞ്ഞ് അന്ന് തന്നെ FIR എഴുതിച്ച് അവളെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. ഞങ്ങളും സൈൻ ചെയ്തു. കോടതി വഴി മുന്നോട്ട് പോകാന്നാ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അത് FIR ആയിരുന്നോ അതോ വായിച്ചു നോക്കിയിട്ടാണോ ഒപ്പിട്ട് കൊടുത്തത്? FIR ആയിരുന്നോ അത് ഒത്തുതീർപ്പായി എന്ന് പറഞ്ഞിട്ടാണോ സൈൻ ചെയ്തത്? അതറിയോ? ഇല്ല, അത് അന്ന് അച്ഛനെ തന്നെയായിരുന്നു അവര് കയറ്റിയുള്ളൂ. ഞങ്ങളോട് കയറി വരണ്ടാന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞങ്ങളത് അച്ഛൻ തന്നെ കയറി ചെന്നത്. അപ്പൊ ഒത്തുതീർപ്പായിട്ടില്ല അത്. എന്നാ എനിക്ക് തോന്നുന്നു, ഇപ്പൊ ഞാൻ തൊടുപുഴ SCIയോട് സംസാരിച്ചപ്പോ എനിക്ക് മനസ്സിലാവുന്നത് അത് ഒത്തുതീർപ്പാക്കി വിട്ടു എന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. അല്ല, ഒരിക്കലും ഇല്ല. അപ്പൊ ഒരുപക്ഷെ എഴുതിയിരിക്കുന്നത് അങ്ങനെ ആവാം. FIR ഇട്ടു എന്നൊക്കെ പറഞ്ഞത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതാവാനാണ് വഴി കേട്ടോ. അത് ചിലപ്പോ അങ്ങനെ ആയിരിക്കും സാറേ. പക്ഷെ ഞങ്ങളത് കേസായിട്ട് മുന്നോട്ട് പോവുക തന്നെ ചെയ്യുന്ന. ഒത്തുതീർപ്പായിട്ടില്ല. ഓക്കെ. നിങ്ങളുടെ കോടതിയിൽ പോവുകയാണെങ്കിൽ കേസെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിന്റെ ഫുൾ ചെലവ് ഞങ്ങൾ വഹിച്ചോളാം. അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ശക്തമായിട്ട് കൂടെ നിൽക്കണം. കൂട്ടത്തിലുണ്ട്. ഞങ്ങള് കട്ട സപ്പോർട്ടാ. കാരണം ഇനി ഒരാൾക്കും ഇങ്ങനെ വരരുത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങളിത് അച്ഛനാണെങ്കിൽ ആ സമയത്ത് പുള്ളിക്ക് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞ മക്കളെ ഇതിനൊന്നും ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളായിട്ട് ഇനി വേറെ ഒരാൾക്ക്, ഇനിയിപ്പോ ഞങ്ങളുണ്ട് ഞങ്ങളുടെ അച്ഛന്റെ കൂട്ടത്തിൽ എല്ലാ സപ്പോർട്ടിനും. പക്ഷെ വേറെ ഇതില്ലാത്ത മക്കളില്ലാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടാവും കൂട്ടത്തിൽ ഇറങ്ങാനായിട്ട്.
അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നമ്മൾ പറയണല്ലോ. ഇനി ഒരാൾക്കും ഇതുപോലെ വരരുത്. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ സപ്പോർട്ടായിട്ട് ഇത് കേസ് തീരുന്നോളം വരെ ഞങ്ങൾക്ക് നീതി കിട്ടിയ ഞങ്ങൾ അടങ്ങുള്ളൂ. അതിൽ ഏതറ്റം വരെ ഞങ്ങൾ പോകും. തീർച്ചയായിട്ടും നമ്മൾ അറസ്റ്റ് ചെയ്യണം. കാര്യം ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ, അത് നേരെ തിരിച്ചായിരുന്നെങ്കിൽ എന്താ എന്ന് സംഭവം തന്നെ ഇപ്പൊ അങ്ങനെ ഒരു പെണ്ണുങ്ങൾ പറയുന്നതിന് മാത്രമാണല്ലോ ഇപ്പൊ വില കൊടുക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾ കൂടെ നിൽക്കുക. നിങ്ങളുടെ കേസിന്റെ കോടതി പോവുകയാണെങ്കിൽ കേസിന്റെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം. ഞങ്ങൾക്ക് അഡ്വക്കേറ്റും ഉണ്ട് നിലവിൽ. അപ്പൊ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. കൂടെ നിന്നാ മതി കേട്ടോ. അച്ഛന്റെ നമ്പർ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ ആയിരിക്കും അച്ഛനും പറയുക. അപ്പൊ സാറൊന്ന് കോണ്ടാക്ട് ചെയ്യാമോ? അതെ, അച്ഛനോട് വിളിക്കാൻ പറയണോ? ഞാൻ വിളിച്ചു. ഞങ്ങൾക്ക് ഒരു അല്പസമയം സംസാരിക്കാൻ പറ്റുള്ളൂ. കാര്യം പുള്ളിക്കാരൻ ഓട്ടത്തിലായിരുന്നു. അപ്പൊ ഫ്രീ ആകുമ്പോ തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ കേസുമായിട്ട് മുന്നോട്ട് പോകും, ശക്തമായിട്ട് നിൽക്കുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇവിടെ തൊടുപുഴ സ്റ്റേഷനിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് എനിക്ക് തോന്നുന്നത് കേസ് ഒത്തുതീർപ്പാക്കി എന്നുള്ളതാണ്. അതിന് കൂടെ നിൽക്കരുത്. നമ്മുടെ ഒരിക്കലും നിൽക്കില്ല. കാരണം നമ്മളെ അവര് തെറ്റിദ്ധരിപ്പിച്ച് അവര് നമ്മളെ അറിഞ്ഞിട്ടില്ല. അവര് പോലീസുകാർ തന്നെയാണെങ്കിലും ഒരു നല്ലൊരു അന്വേഷണം അല്ല ഞങ്ങൾക്ക് അവിടെ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. അതിൽ ഞങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല പോലീസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും. ശരി, ഞാൻ ഇത് വെച്ച് ഒരു വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം കേട്ടോ. ഓക്കെ. അപ്പോൾ തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഇവരെ പറ്റിച്ചു എന്നുള്ളതാണ്. തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഈ പാവങ്ങളെ പറ്റിച്ചു എന്നുള്ളതിന് യാതൊരു മാറ്റവുമില്ല. എന്തായാലും FIR ഇടണം, കേസെടുക്കണം. ഒരു പെണ്ണായതുകൊണ്ട്, പെണ്ണ് പ്രതിയായി കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും ആർക്കും കാണിക്കാമെന്നുള്ളതാണ്. അതിന് അവളെ ഊരി വിടുക. ഇത് നേരെ തിരിച്ചായിരുന്നെങ്കിലോ? ഈ പെണ്ണിനെ അറസ്റ്റ് ചെയ്തിരിക്കണം, ജയിലിലടച്ചിരിക്കണം. ഇവിടെ കേരളത്തിൽ ഈ ഇമാതിരി തറപ്പണി നടത്താൻ സമ്മതിക്കില്ല. അത് തന്നെയാണ്. നിങ്ങളെല്ലാവരും വീഡിയോ ഷെയർ ചെയ്യാം. നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ വിജയിക്കും. പൊതുജനം കൂടെ വേണം. ഉറപ്പായിട്ടും ഇത് വിജയിപ്പിക്കും. കാരണം ഇവളെ ജയിലിൽ അടച്ചിരിക്കണം. ഇതുപോലുള്ള ഒരു ഡേഷ് മക്കളും ഇനി വരരുത്. ചിലരൊക്കെ പറയുന്നുണ്ട് ഞാൻ മോശം പദം ഉപയോഗിക്കുന്നുവെന്ന്. എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു? ഉപയോഗിക്കേണ്ടി വരും. നിങ്ങളൊക്കെ നല്ലത് പറഞ്ഞ് നല്ല വാക്കുകൾ ഉപയോഗിക്കുന്നവർക്കാണ് ഇതുപോലുള്ള പണി കിട്ടുന്നത്. മനസ്സിലാക്കണം. തിരിച്ച് പ്രതികരിക്കാൻ പുരുഷന്മാരും തയ്യാറാവണം. എല്ലാവരും ഈ പേജ് ഫോളോ ചെയ്യൂ. ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യൂ. ഷെയർ ചെയ്ത് കമൻറ്റ്, നിങ്ങളുടെ ശക്തമായിട്ടുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തൂ. നന്ദി.